Hi all, welcome to Eminent PSC. നമ്മൾ ഇന്ന് ടെസ്റ്റ് നമ്പർ 5 1 to 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് വിച്ച് ഡീൽസ് വിത്ത് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സ്പേസും ഡിഫൻസും ആണ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ കടക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ കറക്റ്റ് റിഗാർഡിംഗ് ആദിത്യ L1 മിഷൻ? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ആദിത്യ L1 മിഷനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? First statement, it is the first scientific expedition of ISRO to study Venus. It is launched using PSLV. It is placed in the halo orbit around the Lagrangian point 1 of Jupiter-Venus system. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇറ്റ് ഇസ് എ ഫസ്റ്റ് സയന്റിഫിക് എക്സ്പെഡിഷൻ ഓഫ് ISRO ടു സ്റ്റഡി വീനസ്. വീനസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വന്നതല്ല ആദിത്യ L1. പേര് പോലെ തന്നെ ആദിത്യ എന്ന പേര് പോലെ തന്നെ സണ്ണിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഇന്ത്യയുടെ അല്ലെങ്കിൽ ISROയുടെ ആദ്യത്തെ സയന്റിഫിക് എക്സ്പെഡിഷൻ ആണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ഓക്കെ, സൺ അല്ല, സോറി വീനസ് അല്ല, സൺ ആണ്. നൗ ഇറ്റ് ഈസ് ലോഞ്ച് യൂസിങ് PSLV. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. PSLV C57. ഓക്കെ, PSLV C57 ഉപയോഗിച്ചിട്ടാണ് ഈ ആദിത്യ L1 ലോഞ്ച് ചെയ്യപ്പെട്ടത്. 2-ാം തീയതി സെപ്റ്റംബർ 2-നാണ് ഇത് ലോഞ്ച് ചെയ്തത്. 2023 സെപ്റ്റംബർ 2. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദി ഹാലോ ഓർബിറ്റ് അറൌണ്ട് ദ ലഗ്രാഞ്ചിയൻ പോയിന്റ് 1 ഓഫ് ജൂപ്പിറ്റർ വീനസ് സിസ്റ്റം. അത് തെറ്റാണ്. ജൂപ്പിറ്റർ വീനസ് സിസ്റ്റം അല്ല, എർത്തും സണ്ണിനും ഇടയിലാണ്. ഓക്കെ, സണ്ണിനും എർത്തിനും ഇടയിൽ ഒരു 5 ലഗ്രാഞ്ചിയൻ പോയിന്റ് പറയുന്നുണ്ട്. ലഗ്രാഞ്ചിയൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഏതെങ്കിലും ഒരു ഒബ്ജക്ട് അത്തരം പോയിന്റുകളിൽ വെച്ചു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുള്ള ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം അവിടെ തന്നെ സ്റ്റേഷനറി ആയിട്ട് നിന്നോളും. ഓക്കെ, നമ്മൾ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഫോഴ്സസ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ വലിയ എഫേർട്ട് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. രണ്ട് ബോഡിയുടെ, ഇപ്പൊ എർത്തും സണ്ണിനും ഇടയിൽ 5 പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ എർത്തിന്റെയും സണ്ണിന്റെയും ഗ്രാവിറ്റേഷണൽ പുള്ള് ബാലൻസ്ഡ് ആയതുകൊണ്ട് ഈ പോയിന്റിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിന്നോളും. ഓക്കെ, അത് അവിടെ തന്നെ സ്റ്റേഷനറി ആയിട്ട് നിന്നുകൊള്ളും. സോ അതാണ് ഈ ലഗ്രാഞ്ചിയൻ പോയിന്റ്. അപ്പൊ നോക്കുക, ആദ്യത്തെ L1 പ്ലേസ് ചെയ്തിരിക്കുന്നത് എർത്തിനും സണ്ണിനും ഇടയിലുള്ള L1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. 5 പോയിന്റുകളിൽ ആദ്യത്തെ പോയിന്റിലാണ് നമ്മൾ ഈ ആദിത്യ L1 പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആകപ്പാടെ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയായിട്ടുള്ളൂ. ദാറ്റ് ഇസ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, 2 only. Now second question, which of the following statements regarding Gaganyaan is or correct? It is the first human space flight mission of India to the moon. It involves sending a 3-member crew for 5 to 7 days. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 only. ശ്രദ്ധിക്കുക, ഗഗൻയാൻ എന്ന് പറയുന്ന മിഷൻ അത് ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. മേ ബി 2024 ലാസ്റ്റിലോ അല്ലെങ്കിൽ 2025 തുടക്കത്തിലോ ആയിരിക്കും ഗഗൻയാൻ മിഷൻ ലോഞ്ച് ചെയ്യാം. ഇന്ത്യയുടെ ആദ്യത്തെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷനാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. അതായത് ആദ്യമായിട്ട് മനുഷ്യരെ സ്പേസിലേക്ക് അയക്കാനായിട്ട് ISRO പ്ലാൻ ചെയ്യുന്ന മിഷനാണ് ഗഗൻയാൻ മിഷൻ. പക്ഷേ അത് മൂണിലേക്ക് എന്നുള്ള ലക്ഷ്യമൊന്നും പറയുന്നില്ല. ഒരു ലൂണാർ മിഷൻ അല്ല ഇത്. ഓക്കെ, മൂണിലേക്ക് അയക്കുക എന്നുള്ളതല്ല ഗഗൻയാൻ മിഷന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പകരം സ്പേസിലേക്ക് അയക്കുക, ഓക്കെ, ഔട്ടർ സ്പേസിലേക്ക് അയക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഇസ് നോട്ട് എ ലൂണാ മിഷൻ. അതുകൊണ്ട് ഇത് തെറ്റാണ്. ഇറ്റ് ഇൻവോൾവ്സ് സെൻഡിങ് എ 3-member crew for 5 to 7 days. അത് ശരിയാണ്. ഏകദേശം ഒരു 3 പേരെ 5 മുതൽ 7 ദിവസം വരെ സ്പേസിലേക്ക് അയക്കുക അല്ലെങ്കിൽ സ്പേസിൽ അവരെ ചെലവഴിപ്പിക്കുക. ഇതാണ് ഈ ഗഗൻയാൻ മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഗഗൻയാൻ മിഷന്റെ ഭാഗമായിട്ട് നമ്മളൊരു റോബോട്ടിനെയും അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. ഒരു ഫീമനോയിഡ് ആയിട്ടുള്ള റോബോട്ടിനെയും അയക്കുന്നുണ്ട്. വ്യോമമിത്ര എന്നാണ് ആ റോബോട്ടിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം, വ്യോമമിത്ര. ഓക്കെ, സോ 2025 ഫസ്റ്റിലോ 2024 ലാസ്റ്റിലോ നമുക്ക് ഈ ഒരു മിഷൻ പ്രതീക്ഷിക്കാം. ഇതിന്റെ ട്രയൽ റൺ ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. നൗ തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫ്യൂൽസ് ഇൻ ക്രയോജനിക് എഞ്ചിൻ? ക്രയോജനിക് എഞ്ചിനിൽ ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് മീഥെയിൻ, ലിക്വിഡ് ഹൈഡ്രജൻ, ലിക്വിഡ് ഓക്സിജൻ, ലിക്വിഡ് നൈട്രജൻ ആൻഡ് ഈഥെയിൻ, ഓൾ ഓഫ് ദി എബോവ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ലിക്വിഡ് ഹൈഡ്രജൻ ആൻഡ് ലിക്വിഡ് ഓക്സിജൻ. ക്രയോജനിക് എന്ന് പറയുന്ന എഞ്ചിൻ അത് വർക്ക് ചെയ്യുന്നത്, ക്രയോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ടെമ്പറേച്ചർ ആണ്, വളരെ ലോ ടെമ്പറേച്ചർ എന്നാണ്. അപ്പൊ ക്രയോജനിക് എഞ്ചിനിൽ നോർമലി ഉപയോഗിക്കുന്ന ഫ്യൂലുകൾ വളരെ എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറുള്ള ഫ്യൂലുകളായിരിക്കും. അതായത് -150°C, അറ്റ്ലീസ്റ്റ് -150°C താഴെയുള്ള ഫ്യൂൽസ് ആണ് സാധാരണ ക്രയോജനിക് എഞ്ചിനുകളിൽ യൂസ് ചെയ്യാറ്. ഓക്കെ, നമ്മുടെ ഇന്ത്യക്കും ഉണ്ട് ഒരു ക്രയോജനിക് എഞ്ചിൻ, CE 7.5 എന്നാണ് ആ ക്രയോജനിക് എഞ്ചിൻ അറിയപ്പെടുന്നത്. CE 7.5.
ക്രയോജനിക് എഞ്ചിൻ 7.5 എന്നാണ് ഇന്ത്യയുടെ ക്രയോജനിക് എഞ്ചിൻ അറിയപ്പെടുന്നത്. നമ്മുടെ GSLVയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് തേർഡ് സ്റ്റേജിലായിട്ടൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫ്യൂവൽസ് ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനുമാണ്. കാരണം അതാണ് കുറച്ചുകൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള സാധനം. ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ലാസ്റ്റ് അവിടെ ഫോം ചെയ്യപ്പെടുന്നത് എന്താണ്? അത് വാട്ടർ ബോഡി തന്നെ ആയിരിക്കും. അധികം പൊല്യൂഷൻ ഉണ്ടാവത്തില്ല, നല്ല രീതിയിൽ ട്രസ്റ്റ് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനുമാണ് നമ്മൾ ക്രയോജനിക് എഞ്ചിനിലെ ഫ്യൂലുകളായിട്ട് നോർമലി ഉപയോഗിക്കാറുള്ളത്. ഇനി നാലാമത്തെ ചോദ്യം, വെൻ വാസ് ചന്ദ്രയാൻ 3 ലോഞ്ച്? ചന്ദ്രയാൻ 3 നമുക്കറിയാം, നമുക്ക് ചന്ദ്രയാൻ മിഷൻ 3 മിഷൻസ് ഉണ്ടായിരുന്നു. ചന്ദ്രയാൻ 1 2008 ലോഞ്ച് ചെയ്യപ്പെട്ടു. ചന്ദ്രയാൻ 2 അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. ദെൻ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ജൂലൈ 14 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്യപ്പെട്ടത്. നമ്മുടെ GSLV മാർക്ക് 3 അഥവാ LVM മാർക്ക് 3 എന്ന് പറഞ്ഞ ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ചിട്ടാണ് ലോഞ്ച് ചെയ്യപ്പെട്ടത്. GSLV ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ GSLV മാർക്ക് 3യുടെ പ്രത്യേകത ഇന്ത്യയിലുള്ള ലോഞ്ചിങ് വെഹിക്കിൾസിൽ വെച്ചിട്ട് ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള ലോഞ്ചിങ് വെഹിക്കിൾ ആണ്. ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള പേലോഡുകൾ ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ലോഞ്ചിങ് വെഹിക്കിൾ ആണ് GSLV മാർക്ക് 3 അഥവാ LVM 3 എന്നും പറയാറുണ്ട്. നൗ അഞ്ചാമത്തെ ചോദ്യം, which of the following statement regarding NAVIC is correct? It is a system having 32 satellites in orbit. It will provide positioning information in the region 5,000 kilometers around the Indian mainland. It will provide 2 levels of services, the standard positioning services for civilians and restricted service for defense. It is a joint initiative of SAARC countries. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നാവിക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ IRNSSനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതാണ് നാവിക്. ഓക്കെ, ഇന്ത്യയില് നമ്മളെ നാവിഗേഷൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആണ് ഈ നാവിക് അഥവാ IRNSS എന്ന് പറയുന്നത്. നമ്മള് US-ന്റെ ഒക്കെ GPS എല്ലാവരും ഉപയോഗിക്കുന്നതാണ് GPS. GPS ഒരു ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റമാണ്. എല്ലാ ഭാഗങ്ങളിലും, ഗ്ലോബിലെ എല്ലാ ഭാഗങ്ങളിലും ടച്ച് ചെയ്യുന്ന ഒരു നാവിഗേഷൻ സിസ്റ്റമാണ് GPS. അത് അമേരിക്കയുടെയാണ്. അപ്പൊ അതുപോലെ ഇന്ത്യയുടെ ഭാഗങ്ങളും ഇന്ത്യക്ക് സറൗണ്ടിങ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം പ്രോപ്പർലി നാവിഗേഷൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്ത ISRO ഡെവലപ്പ് ചെയ്തെടുത്ത സിസ്റ്റമാണ് IRNSS എന്ന് പറയുന്നത്. ഇതിൽ 32 സാറ്റലൈറ്റ്സ് നിലവിലില്ല. ഇപ്പൊ നിലവിൽ 9 സാറ്റലൈറ്റ്സ് ആണ് മൊത്തത്തിൽ IRNSS കോൺസ്റ്റലേഷനിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ ഒരെണ്ണം ഇൻആക്റ്റീവ് ആണ്, 8 എണ്ണം ആക്റ്റീവ് ആണ്, ഒരെണ്ണം ഇൻആക്റ്റീവ് ആണ്. പക്ഷെ ടോട്ടലി 9 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. ഇറ്റ് വിൽ പ്രൊവൈഡ് പൊസിഷനിങ് ഇൻഫർമേഷൻ ഇൻ ദ റീജിയൻ 5,000 കിലോമീറ്റർ അറൌണ്ട് ദ ഇന്ത്യൻ മെയിൻലാൻഡ്. 5000 കിലോമീറ്റർ കവറേജ് ഇതിന് കിട്ടില്ല. ഓക്കെ, ഇന്ത്യയിൽ നിന്നും ഏകദേശം ഒരു 1500 കിലോമീറ്റർ വരെ മാക്സിമം എത്താനേ ഇതിന് സാധിക്കുള്ളൂ. 1500 കിലോമീറ്റർ റേഡിയസിന് വരുന്ന ഭാഗങ്ങളായിരിക്കും, അവിടെ ആയിരിക്കും പൊസിഷനിങ് ഇൻഫർമേഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതും തെറ്റാണ്. ഇറ്റ് വിൽ പ്രൊവൈഡ് 2 levels of services, the standard positioning services for civilians and restricted service for defense. അത് ശരിയാണ്. 2 ടൈപ്പ് ഓഫ് സർവീസസ് ആണ് ഈ നാവിക് അഥവാ IRNSS പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, സിവിലിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സർവീസ് നൽകും. അതായത് ഇന്നിപ്പോ GPS ചെയ്യുന്ന പരിപാടി നമുക്ക് പ്രോപ്പർ ആയിട്ട് ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സർവീസസ് ഫോർ സിവിലിയൻസ് എന്ന് പറയുന്നത്. ഇനി അത് കൂടാതെ ഡിഫൻസ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് സർവീസസിനായിട്ട് റെസ്ട്രിക്റ്റഡ് സർവീസസ് നൽകും. അത് കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് ആണ് റെസ്ട്രിക്റ്റഡ് സർവീസ് എന്ന് പറയുന്നത്. അത് സാധാരണക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഡിഫൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന റെസ്ട്രിക്റ്റഡ് സർവീസസും ഇവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഇതിനകത്തുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ജോയിന്റ് ഇനിഷ്യേറ്റീവ് ഓഫ് സാർക്ക് കൺട്രീസ്. അത് തെറ്റാണ്. സാർക്കുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇതിന്റെ സേവനങ്ങൾ സാർക്ക് രാജ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നേ ഉള്ളൂ. പക്ഷേ ഇത് ISROയുടെ, അതായത് ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്ത സിസ്റ്റമാണ്. ഇവിടെ മറ്റു സാർക്ക് രാജ്യങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ആറാമത്തെ ചോദ്യം, വിത്ത് റെഫറൻസ് ടു അഗ്നി 5 മിസൈൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ കറക്റ്റ്? It is a nuclear capable cruise missile developed by DRDO. It can deliver 1 ton nuclear warheads about 15,000 kilometers. അല്ല, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, 5000 കിലോമീറ്റർ എന്നാട്ടോ, ഒരു 1 എക്സ്ട്രാ കയറി വന്നതേ ഉള്ളൂ. It can deliver 1 ton nuclear warheads about 5,000 kilometers away. അപ്പൊ അഗ്നി 5 മിസൈൽ ആണ്. അഗ്നി 5 നിങ്ങൾക്കറിയാം, അഗ്നി മിസൈലിന് 5 പ്രധാനപ്പെട്ട വേരിയൻസും ഒരു ചെറിയൊരു വേരിയന്റ് അഗ്നി പ്രൈം എന്ന് പറഞ്ഞ മറ്റൊരു വേരിയന്റും ഉണ്ട്. അഗ്നി 1, 2, 3, 4, 5 പിന്നെ അഗ്നി പ്രൈം. ഇത്രയും വേരിയൻസ് ആണ് അഗ്നി മിസൈലുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ വേരിയൻസ് എന്ന് പറയുന്നത് ഇതിന് മുമ്പുണ്ടായിരുന്ന വേരിയൻസിനെക്കാളും കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആയിട്ടുള്ള റേഞ്ചുകളുള്ള മിസൈലുകളായിരിക്കും.
അഗ്നി 5 ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ആണ്. ഓക്കെ, ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ആണ്. 2 കോണ്ടിനെന്റുകൾ അപ്പുറത്ത് പോകാൻ സാധിക്കുന്ന മിസൈലുകളാണ്. ഓക്കെ, അപ്പൊ നോക്കുക, ഇതൊരു ക്രൂസ് മിസൈൽ അല്ല, ഇതൊരു ബാലിസ്റ്റിക് മിസൈൽ ആണ്. ക്രൂസ് മിസൈലും ബാലിസ്റ്റിക് മിസൈലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയായിരിക്കും. ബാലിസ്റ്റിക് മിസൈൽ കുറച്ചുകൂടി കൂടുതലും പാരബോളിക് പാത്ത് ഫോളോ ചെയ്യും. ക്രൂസ് മിസൈൽ കുറച്ചുകൂടി നമ്മുടെ ടെറൈനിന് പാരലായിട്ടായിരിക്കും മൂവ് ചെയ്യുക. ഓക്കെ, പിന്നെ സ്പീഡുകളുടെ വ്യത്യാസവും അത് വരുന്ന പാത്തിന്റെ വ്യത്യാസം എല്ലാം ഡിഫർ ചെയ്യും. സോ ഇതൊരു ക്രൂസ് മിസൈൽ അല്ല, ഇതൊരു ബാലിസ്റ്റിക് മിസൈൽ ആണ്, അഗ്നി 5 മിസൈൽ. ആൻഡ് ഇറ്റ് ക്യാൻ ഡെലിവർ 1 ton ന്യൂക്ലിയർ വാർഹെഡ്സ് അബൌട്ട് 5000 കിലോമീറ്റർ അവേ. ശരിയാണ്, മിനിമം 5000 കിലോമീറ്റർ മുതൽ മാക്സിമം 8000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ, മാക്സിമം 8000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു മിസൈലാണ് അഗ്നി 5 മിസൈൽ. ഇപ്പോൾ 1 ton ന്യൂക്ലിയർ വാർഹെഡുമായി ബന്ധപ്പെട്ട് 5000 കിലോമീറ്റർ വരെ പോകാൻ ഇതിനെ കൊണ്ട് സാധിക്കും. അപ്പൊ ഇതിനകത്ത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ ശരി, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അത് ക്രൂസ് മിസൈൽ അല്ല, ബാലിസ്റ്റിക് മിസൈൽ ആണ്. Now, ഏഴാമത്തെ ചോദ്യം, ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഫോർ ബാലിസ്റ്റിക് മിസൈൽസ്? തന്നിരിക്കുന്നതിലെ ബാലിസ്റ്റിക് മിസൈൽസിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ബ്രഹ്മോസ്, നിർഭയ്, പൃഥ്വി, ആകാശ്. ആൻസർ വരുന്നത് only 2 ആണ്. ഏതൊക്കെയാണ്? പൃഥ്വിയും ആകാശും മാത്രം. ഓക്കെ, പൃഥ്വിയും ആകാശുമാണ് ബാലിസ്റ്റിക് മിസൈൽസ് തന്നിരിക്കുന്നതിൽ. ബ്രഹ്മോസും നിർഭയും രണ്ടും ക്രൂസ് മിസൈലുകളാണ്. ഓക്കെ, ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഇന്ത്യ റഷ്യ ബന്ധവുമായി ബന്ധം, ഇന്ത്യ റഷ്യ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വന്നൊരു മിസൈലാണ് ബ്രഹ്മോസ്. ഓക്കെ, നമ്മുടെ ബ്രഹ്മപുത്ര നദിയുടെയും അതുപോലെ മോസ്കോ എന്ന് പറയുന്ന നദിയുടെയും പേരിൽ നിന്നാണ് ഈ ബ്രഹ്മോസ് എന്ന വാക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ബ്രഹ്മോസും നിർഭയും മാത്രമാണ് ക്രൂസ് മിസൈൽസ്. പൃഥ്വിയും ആകാശും ബാലിസ്റ്റിക് മിസൈൽസ് ആണ്. സോ only 2 pairs are correct, അല്ലെങ്കിൽ 2 statements are correct. Okay, now 8th question, which is India's indigenous aircraft carrier? Okay, തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ ആദ്യത്തത്, ഫസ്റ്റ് എന്നാണ് നോട്ട് ചെയ്ത് വെക്കുക, ഫസ്റ്റ്. വിച്ച് ഇസ് ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, INS വിക്രമാദിത്യ, INS വിരാട്, INS വിക്രാന്ത്, INS വിശാൽ. ആൻസർ സി ആണ്, INS വിക്രാന്ത്. ഓക്കെ, INS വിക്രാന്ത്. ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എയർക്രാഫ്റ്റ് കാരിയർ. എയർക്രാഫ്റ്റ് കാരിയർ എന്ന് വെച്ചാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റുകളും എയർക്രാഫ്റ്റ് മെക്കാനിസംസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു നേവൽ കപ്പൽ, ഒരു നേവൽ ഷിപ്പാണ് എയർക്രാഫ്റ്റ് കാരിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊരു നേവൽ കപ്പൽ തന്നെയാണ്, പക്ഷെ അതിന് ഇഷ്ടംപോലെ എന്ത് ക്യാരി ചെയ്യാൻ പറ്റും? എയർക്രാഫ്റ്റുകളെയും ഹെലികോപ്റ്റേഴ്സിനെയൊക്കെ ക്യാരി ചെയ്യാൻ സാധിക്കും. ഈ നമ്മുടെ മെറൈൻ ഭാഗങ്ങളിൽ നടത്തുന്ന യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നേവൽ ഷിപ്പാണ് എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് INS വിക്രാന്ത് ആണ്. നിങ്ങൾ ഈ INS വിക്രാന്ത് എന്ന പേരിൽ പണ്ടും ഒരു എയർക്രാഫ്റ്റ് കാരിയർ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇന്ത്യ ബ്രിട്ടനിൽ നിന്നും പർച്ചേസ് ചെയ്ത ഒന്നായിരുന്നു. ഓക്കെ, 1945 INS ഹെർക്കുലീസ് എന്ന പേരിൽ അന്ന് ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കപ്പൽ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനെ ഇന്ത്യ മേടിച്ചിട്ട് 1961 അതിനെ പേര് മാറ്റി ആസ് INS വിക്രാന്ത്. ഓക്കെ, അതൊരു 1997 വരെയൊക്കെ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് 1997 അതിനെ ഡീകമ്മീഷൻ ചെയ്തു. റീസെന്റ് കഴിഞ്ഞ വർഷം INS വിക്രാന്ത് എന്ന് പറഞ്ഞ് അതേ പേരിൽ തന്നെ മറ്റൊരു ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയറിനെ ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തു. ഓക്കെ, അതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ. ഇന്ത്യ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ ആണ് INS വിക്രാന്ത്, റീസെന്റ് ലോഞ്ച് ചെയ്ത INS വിക്രാന്ത്. ഓക്കെ, INS വിക്രമാദിത്യ കുറച്ച് റഷ്യയുടെ സഹായത്തോടു കൂടി ഇന്ത്യ മേടിച്ചതാണ്. INS വിരാട് ആണെങ്കിലും നമുക്ക് ബ്രിട്ടന്റെ സഹായത്തോടു കൂടി നമ്മൾ മേടിച്ചതാണ്. INS വിശാൽ ഒരു ഇൻഡിജിനസ് കാരിയർ തന്നെയാണ്, പക്ഷെ അത് ആദ്യത്തതല്ല, അത് രണ്ടാമത്തെ ഇൻഡിജിനസ് കാരിയർ ആണ് INS വിശാൽ എന്ന് പറയുന്നത്. അതുവരെ ആയിട്ടുമില്ല, ഒന്ന് ഡെവലപ്പ് ആയിട്ടുമില്ല. ഓക്കെ, ആൻസർ ഇസ് INS വിക്രാന്ത്. Now 9th question, who is the present chairman of DRDO? ആൻസർ എ ആണ്, സമീർ വി കമ്മത്ത് ആണ്. DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ പ്രസന്റ് ചെയർമാൻ ഇസ് സമീർ വി കമ്മത്ത്. Now 10th question, ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് കടക്കുവാണ്. The Indian Institute of Remote Sensing IIRS is located at? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ആൻസർ ഡെറാഡൂൺ ആണ്. ഓക്കെ, ഡെറാഡൂൺ ആണ് ആൻസർ, നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നമ്മുടെ തിരുവനന്തപുരത്ത് ഭാഗത്താണ് BSSC ഉള്ളത്, ബാംഗ്ലൂർ ഭാഗത്താണ് ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്, നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, സോ ഇതാണ് 10 ചോദ്യങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള 10 ക്വസ്റ്റ്യൻസ്. സോ നിങ്ങൾക്ക് ഇതിന്റെ ആൻസേഴ്സ് എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഫോർ ദ ടൈം ബീങ്, സൈനിങ് ഓഫ്. താങ്ക് യു.